നമസ്കാരം. ചോറിന്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൊഞ്ച് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ഒരു കടായി ചൂടാകാനായി അടുപ്പിൽ വെക്കുക. കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. അടുത്തതായി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല. സവാള അത്യാവശ്യം ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറിയ പീസുകളായി മുറിച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഉലുവ, ഇത്രയും ചേർത്തതിന് ശേഷം അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയായിരിക്കും. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കണം. കൊഞ്ചിലേക്ക് അരപ്പ് നന്നായി ചേർത്ത് ഇളക്കിയതിനു ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നത് ഇത് അടി പിടിക്കാതിരിക്കാനായി സഹായിക്കും. കൊഞ്ച് ഏകദേശം ഈ പരുവമാവുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഗ്രേവി എല്ലാം കൊഞ്ചിൽ പിടിച്ച് കൊഞ്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിന്റെയോ ദോശയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാം. എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ ചോറ്, പുളിശ്ശേരി, പിന്നെ ഈ കൊഞ്ച് ഡ്രൈ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.